ഒരിക്കൽ കൂടി ഫുട്ബോൾ സിനിമയിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ സിറ്റിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് 2 പ്ലേയേഴ്സ് മുംബൈ സിറ്റിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഇനി മുംബൈ സിറ്റിയിലെ 2 പ്ലേയേഴ്സ് ബംഗളൂരുവിലേക്കാണ്. അപ്പം അതാരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട താരങ്ങളാണ് മുംബൈ സിറ്റിയിലേക്ക്. അപ്പോൾ അതാരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മുംബൈ ബംഗളൂരു FC അടുത്ത സീസണിൽ ശക്തിപ്പെടുത്താൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അത് തന്നെ മുംബൈ സിറ്റിയുടെ ക്യാപ്റ്റനെ പറയാം. രാഹുൽ ബേക്കിയാണ്. ഈ കാര്യം ഏകദേശം കൺഫേം ആണ്. 2 വർഷത്തെ കരാറിലാണ് രാഹുൽ ബേക്കെ ബംഗളൂരു FCയിലേക്ക്. മുംബൈ സിറ്റിയുടെ ക്യാപ്റ്റനായിട്ടുള്ള രാഹുൽ ബേക്കെ ബംഗളൂരു FCയിലേക്ക് പോകുന്ന മുൻ ബംഗളൂരു FC താരം കൂടിയാണ് രാഹുൽ ബേക്കെ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2019 ബംഗളൂരുവിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ ബേക്കെ. പിന്നീട് മുംബൈ സിറ്റിയിലേക്ക് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ക്ലബ് കരിയറിൽ അദ്ദേഹം ഒരു ISL കപ്പും ഒരു ISL ഷീൽഡും അതുപോലെ തന്നെ ഒരു സൂപ്പർ കപ്പും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ സൂപ്പർ കപ്പ് ബംഗളൂരു FCക്ക് കൂടെയാണെന്ന് തോന്നുന്നു സ്വന്തമാക്കിയത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതനുസരിച്ച് ചിലപ്പം 2 കപ്പോളം ISL കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടാകാം രാഹുൽ ബേക്കെ. ഏതായാലും 33-കാരനായ റൈറ്റ് ബാക്ക് ആണ് രാഹുൽ ബേക്കെ. ഏകദേശം 1.78 അടി ഹൈറ്റ് ഉണ്ട് അദ്ദേഹത്തിന്. 1.4 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. 2 വർഷത്തെ കരാറിൽ ബംഗളൂരു FC സൈൻ ചെയ്തു. കോൺട്രാക്റ്റ് കൺഫേം ആയി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം വിശ്വസനീയമാണ് ഈ കാര്യം. അടുത്തതായി പെരേര ഡയസിനെ പറ്റിയാണ്. ഇതൊരിക്കലും കൺഫേം ന്യൂസ് അല്ല. നമുക്ക് പരിശോധിക്കാം. പെരേര ഡയസ് അർജൻറ്റീനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഫോർവേഡാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. 33 വയസ്സുകാരൻ തന്നെയാണ് പെരേര ഡയസ്. 2021-22 സീസണിലായി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തായിരുന്നു. പിന്നീട് 2022-23 സീസണിൽ മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറുകയും പിന്നീട് 2 വർഷം മുംബൈ സിറ്റിയിൽ കളിക്കുകയും 2ാം വർഷം കപ്പ് നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഒരു ഷീൽഡും ഒരു കപ്പും നേടിയിട്ടുണ്ട്. അത് 2 മുംബൈ സിറ്റിക്ക് വേണ്ടിയായിരുന്നു. 2022-23 സീസണിൽ ഷീൽഡും ഈ സീസണിൽ കപ്പും അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ബംഗളൂരു FCയിലേക്ക് പോകുന്നത് എന്ന റൂമർ വരുന്നത്. ഇത് ഒരു കൺഫേംഡ് ന്യൂസ് അല്ല, ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 3.2 കോടി രൂപയാണ്. 1.79 മീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലബ് കരിയറിൽ ഇന്ത്യയിലല്ലാതെ പുറത്തുള്ള അനവധി കപ്പുകൾ അദ്ദേഹം മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇന്ത്യയിൽ അദ്ദേഹം നേടിയ കപ്പുകൾ ISL കപ്പും അതുപോലെ തന്നെ ISL ഷീൽഡുമാണ്. ഏതായാലും നാളെ ഒരു ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫറിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റു വീഡിയോ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.